Hi friends, good evening. Welcome back to the English Wall. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നീഡിൻ്റ് എന്ന് പറയുന്ന പ്രയോഗത്തെക്കുറിച്ചാണ്. നീഡിൻ്റ് ആവശ്യമില്ല എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് നീഡിൻ്റ്. ആവശ്യമില്ല എന്ന് കാണിക്കാനായിട്ട് മറ്റു പല പ്രയോഗങ്ങളുണ്ടെങ്കിലും വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള, നമ്മൾ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂരൽ ആണോ എന്നൊന്നും നോക്കാതെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഈ നീഡിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമുക്ക് കഴിഞ്ഞ സെഷനുകളിൽ 2 സെഷനുകളിലായിട്ട് നമ്മൾ ലൈക്ലി ടു സാധ്യത കാണിക്കുന്നതും ഹാഡ് ബെറ്റർ അതാണ് നല്ലത് എന്ന് പറയുന്നൊരു സജഷൻ നടത്താനായിട്ട് ഉപയോഗിക്കുന്ന ഈ 2 പ്രയോഗങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. അവ നമുക്ക് 1-2 എക്സാമ്പിളുകളിലൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ഈ ലൈക്ലി ടു എന്ന് പറയുന്നത് സാധ്യതയാണ്. ഇറ്റ് ഈസ് ലൈക്ലി ടു റെയിൻ. നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളാണ് ലൈക്ലി ടു. ഇറ്റ് ഈസ് ലൈക്ലി ടു റെയിൻ. അപ്പോൾ നമ്മളത് ഹാഡ് ബെറ്ററുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. എങ്ങനെ? ഇറ്റ് ഈസ് ലൈക്ലി ടു റെയിൻ. മഴ പെയ്യാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് യു ഹാഡ് ബെറ്റർ ടേക്ക് എൻ അംബ്രല്ല. ഒരു കുട എടുക്കുന്നതാണ് നിനക്ക് നല്ലത്. അതൊരു സജഷനാണ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണ്. നമ്മൾ ഇങ്ങനെ ഇംഗ്ലീഷ് തുടർച്ചയായിട്ട് പറയുമ്പോഴേ എല്ലാം ഇംഗ്ലീഷിലായിരിക്കില്ല. അത് ഇതുപോലെ ഓരോന്ന് പഠിച്ചെടുക്കുക മാത്രമല്ല ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോ കൂടെ കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് നമ്മുടെ ഡിസ്കഷൻസ് ഇംഗ്ലീഷിലേക്ക് മാറും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന നിലയ്ക്കാണ് ഞാൻ ഈ ചില പ്രയോഗങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ക്ലബ് ചെയ്ത് പറയുകയാണ്. ഇറ്റ് ഈസ് ലൈക്ലി ടു റെയിൻ. ഇറ്റ് മേ റെയിൻ എന്നർത്ഥം. മഴ പെയ്യാം അല്ലെങ്കിൽ പെയ്യാൻ സാധ്യതയുണ്ട്. നമ്മളങ്ങനെ ക്ലൗഡൊക്കെ ഒന്ന് ആകാശത്തേക്ക് നോക്കി പറയുന്നതാണ്. ഇറ്റ് ഈസ് ലൈക്ലി ടു റെയിൻ, സോ യു ഹാഡ് ബെറ്റർ ടേക്ക് എൻ അംബ്രല്ല. ഒരു കുട എടുക്കുന്നതാണ് നല്ലത്. ഒരു പക്ഷേ നമ്മുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും കടയിലേക്കോ മറ്റോ പോവായിരിക്കും. അപ്പോഴാണ് പറയുന്നത് സജഷൻ. മഴ പെയ്യാൻ സാധ്യതയുണ്ട്, മോനെ കുടയെടുത്തോ എന്ന് പറയില്ലേ, അമ്മമാർ പറയാറുണ്ട്. അപ്പം ഇംഗ്ലീഷ് പറയുന്നതാണ്. എങ്ങനെയാണത് ഇംഗ്ലീഷിൽ പറയുന്നത്? ഇറ്റ് ഈസ് ലൈക്ലി ടു റെയിൻ, സോ യു ഹാഡ് ബെറ്റർ ടേക്ക് എൻ അംബ്രല്ല. മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു സാധാരണ ചില കമ്പനികളിലൊക്കെ ചെയർമാൻമാരോ MD-മാരൊന്നും എപ്പോഴൊന്നും വരാൻ സാധ്യത ഇല്ല. അവിടെ പൊതുവേ അങ്ങനെ അവർ വരാറില്ല, വല്ലപ്പോഴും ആയിരിക്കും വരുന്നത്. വലിയ ഒത്തിരി സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഹെഡുകളെല്ലാം വിസിറ്റ് ചെയ്യുന്നത് വളരെ അപൂർവമായിട്ടായിരിക്കും. അപ്പോൾ ഒരു സ്റ്റാഫ്, ഒരു കീ പോസ്റ്റിലൊരു സ്റ്റാഫ് മറ്റൊരാളോട് പറയുകയാണ്, എന്ത്? ദ ചെയർമാൻ ഈസ് ലൈക്ലി ടു ടേൺ അപ്പ് ടുഡേ. ദ ചെയർമാൻ ഈസ് ലൈക്ലി ടു ടേൺ അപ്പ് ടുഡേ. വലിയ ഉറപ്പൊന്നുമില്ല, എങ്കിൽ സാധ്യത അദ്ദേഹം കാണുകയാണ്. ദ ചെയർമാൻ ഓർ ദ MD ഈസ് ലൈക്ലി ടു ടേൺ അപ്പ് ടുഡേ. ടേൺ അപ്പ് എന്നുള്ളതൊരു പ്രയോഗമാണ്. ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ അറൈവ് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. പ്രത്യക്ഷപ്പെടുക എന്ന മലയാളത്തിൽ അതിനർത്ഥം കാണാറുണ്ട്. വരിക എന്നുള്ള അർത്ഥത്തിൽ, എത്തിച്ചേരുക എന്ന അർത്ഥത്തിൽ ഒരു പ്രയോഗിക്കുന്ന ഒരു ഫ്രേസൽ വെർബാണെന്ത് ഈ ടേൺ അപ്പ്. ദ ചെയർമാൻ ഈസ് ലൈക്ലി ടു ടേൺ അപ്പ് ടുഡേ. ചെയർമാൻ ഇന്ന് വരാനുള്ള ഒരു സാധ്യത ഉണ്ട്, അതുകൊണ്ടോ യു ഹാഡ് ബെറ്റർ, നിനക്ക് നല്ലത് എന്താണ്? റീച്ച് ദ ഓഫീസ് ഇൻ ടൈം ഓർ ദ റീച്ച് ദ ഓഫീസ് ഓൺ ടൈം. റീച്ച് ദ ഓഫീസ് ഓൺ ടൈം. ഓൺ ടൈമിനെത്തുക അല്ലെങ്കിൽ ഇൻ ടൈമിനെത്തുക. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മളെ വരും വീഡിയോകളിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കൂടുതൽ പറയും. ഇൻ ടൈമും ഓൺ ടൈമും തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, പക്ഷേ നമ്മളിവിടെ ഇപ്പോൾ നോട്ട് ചെയ്യേണ്ട പോയിൻ്റ് ടേൺ അപ്പ് എന്ന് പറയുന്ന ഒരു പ്രയോഗം പഠിക്കുക എന്നുള്ളതാണ്. ടേൺ അപ്പ് എന്താണ് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത്? ദ ചെയർമാൻ ഈസ് ലൈക്ലി ടു ടേൺ അപ്പ് ടുഡേ ഓർ ഹീ ഈസ് ലൈക്ലി ടു ടേൺ അപ്പ് ടുഡേ, സോ യു ഹാഡ് ബെറ്റർ reach the office in time. Okay, so you had better reach the office on time. സമയത്തിന് ഓഫീസിലെത്തുകയാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ വൈകി എത്തുന്നത് അവരുടെ കണ്ണിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് സഹപ്രവർത്തകനോ അല്ലെങ്കിൽ സീനിയറായിട്ടുള്ള ഒരാളോ ഉപദേശിക്കുന്ന രീതിയാണത്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോഴേത് ലൈക്ലി ടു സാധ്യതയാണ്. ഇത് നമ്മൾ ഹാഡ് ബെറ്റർ എന്ന് പറഞ്ഞാലൊരു സജഷനാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രയോഗത്തിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത് നീഡിൻ്റ്.
നീഡിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആവശ്യമില്ല എന്നർത്ഥം. നീ അതിനെക്കുറിച്ച് ബേജാറാവേണ്ട ആവശ്യം ഇല്ല. നീ പണം കൊണ്ടുവരേണ്ട ആവശ്യം ഇല്ല. നേരത്തെ പുറപ്പെടേണ്ട ആവശ്യം ഇല്ല. അവരെ കാത്തിരിക്കേണ്ട ആവശ്യം ഇല്ല. അവരെ അറിയിക്കേണ്ട ആവശ്യം ഇല്ല. അല്ലെങ്കിൽ അവിടെ പെർമിഷൻ വാങ്ങിക്കേണ്ട ആവശ്യം ഇല്ല. ടിക്കറ്റ് റിസർവ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അനുവാദം ചോദിക്കേണ്ട ആവശ്യം ഇല്ല. എക്സാം എഴുതേണ്ട ആവശ്യം ഇല്ല. അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. നീ ബസ്സിൽ പോകേണ്ട ആവശ്യമില്ല. നീ കാറ് പിടിച്ച് പൊക്കോ എന്ന് പറയില്ലേ? അങ്ങനെ നീ ബസ്സിലൊന്നും കഷ്ടപ്പെട്ട് പോകേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ആവശ്യമില്ല എന്ന് നമ്മൾ കാണിക്കാനുള്ള ഒരു പ്രയോഗമാണത് നീഡിൻ്റ്. ഏതൊരു സബ്ജക്റ്റ് ആയിക്കോട്ടെ, സിംഗുലറോ പ്ലൂരലോ, ഏതിൻ്റെ കൂടെയും ഈ നീഡിൻ്റ് ചേർക്കാം എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് നീഡിൻ്റ് കഴിഞ്ഞ് ഡയറക്റ്റായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വേർബിൻ്റെ അടിസ്ഥാന രൂപം അതിൻ്റെ കൂടെ ഫിറ്റ് ചെയ്യുന്നു. ഇതുവരെ പഠിച്ച എക്സാമ്പിൾസ് എല്ലാം നമ്മൾ അങ്ങനെയാണ്. കുറേ നമ്മൾ പാറ്റേൺസ് പഠിക്കുകയുണ്ടായി, ഈ സെൻറ്റൻസ് മേക്കിംഗ് പാറ്റേൺസ്. അതിലെല്ലാം പറയുന്നത് എന്താണ്? അതിനുശേഷം നമ്മൾ വേർബിൻ്റെ അടിസ്ഥാന രൂപം മാത്രമാണ് ഇപ്പം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഏതൊരു വേർബിൻ്റെയും റൂട്ട് ഫോം എടുത്ത് ഫിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എക്സാമ്പിൾസ് വരുന്ന പ്രയോഗങ്ങളാണ് നമ്മൾ ഇവിടെ ഇപ്പം പ്രാക്ടീസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ ഹാഡ് ബെറ്റർ ആയാലും ലൈക്ലി ടു ആയാലും, അതുപോലെ നമ്മൾ ലെറ്റ്സ് ആദ്യം പഠിക്കേണ്ടായി, ലെറ്റ്സ് ആയാലും എല്ലാം എന്താണ്, നമ്മൾ വേർബിൻ്റെ അടിസ്ഥാന രൂപമാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഇതിലും നീഡിനിലും അത് തന്നെയാണ് വരുന്നത്. നീഡിൻ കഴിഞ്ഞ ഉടനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വേർബിൻ്റെ അടിസ്ഥാന രൂപം ഉപയോഗിക്കുന്നു. യു നീഡിൻ വറി അബൌട്ട് മണി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം വരുന്നത്? നിങ്ങൾ പണത്തെക്കുറിച്ച് ബേജാറാവേണ്ട ആവശ്യം ഇല്ല. പണത്തെക്കുറിച്ച് ഓർക്ക് വറീഡാവേണ്ട ആവശ്യമില്ല. യു നീഡിൻ ഗോ ദർ, നീ അവിടെ പോകേണ്ട ആവശ്യം ഇല്ല. യു നീഡിൻ വെയിറ്റ് ഫോർ ദം, നീ അവരെ കാത്തു നിൽക്കേണ്ട ആവശ്യം ഇല്ല. അവർക്ക് വേണ്ടി നീ വെയിറ്റ് ചെയ്യേണ്ടത് ഇല്ല. ഓക്കെ. ഷീ നീഡിൻറ്റ് ആസ്ക് ഹിസ് പെർമിഷൻ, അവൾ അദ്ദേഹത്തിൻ്റെ അനുവാദം ചോദിക്കേണ്ട ആവശ്യം ഇല്ല. ദെൻ ഷീ നീഡിൻറ്റ് റിസർവ് ദ ടിക്കറ്റ്സ്, അവൾ ടിക്കറ്റ് റിസർവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇഷ്ടം പോലെ സീറ്റ് വേക്കൻ്റ് ആയിരിക്കും. അതുകൊണ്ട് പറയുകയാണ് ഷീ നീഡിൻറ്റ് റിസർവ് ദ ടിക്കറ്റ്സ്. ഓക്കെ. ഇതുപോലെയുള്ള എക്സാമ്പിൾസ്. അല്ലെങ്കിൽ ദേ നീഡിൻറ്റ് ഇൻഫോം ദ പോലീസ്, അവർ പോലീസിനെ അറിയിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല, അതിൻ്റെ ആവശ്യമില്ല എന്നാണത് കാണിക്കുന്നത്. ഇതേ ആശയം നമ്മൾ നീഡിൻറ്റ് എന്ന് പറയുന്ന അതേ ആശയം മറ്റ് രണ്ട് രീതിയിലും നമുക്ക് പ്രകടിപ്പിക്കാം. അതിലൊന്നാണെന്ത്, സബ്ജക്റ്റ് പ്ലൂരലാണെങ്കിൽ ഡോണ്ട് വെച്ച് നീഡ് ടു എന്ന് പറയുന്ന പ്രയോഗം. ഓക്കെ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യു ഡോണ്ട് നീഡ് ടു വറി അബൌട്ട് ദ മണി. യു ഡോണ്ട് നീഡ് ടു വറി അബൌട്ട് ദ മണി, അഥവാ യു നീഡിൻ വറി അബൌട്ട് ദ മണി. ദേ ഡോണ്ട് നീഡ് ടു ഇൻഫോം ദ പോലീസ്, അവർ പോലീസിനെ അറിയിക്കേണ്ട ആവശ്യം ഇല്ല. ദേ നീഡിൻറ്റ് ഇൻഫോം ദ പോലീസ്. ഈ നീഡിൻ പ്രയോഗമാണ് വളരെ ഈസി ആയത്. അല്ലെങ്കിൽ മറ്റൊരു രീതിയാണ്, ഇതേ ആശയം തന്നെയാണ് ഇവിടെ വരുന്നത്. യു ഡോണ്ട് ഹാവ് ടു ഇൻഫോം ദ പോലീസ്. You don't have to inform the police. You don't need to inform the police. You needn't inform the police. നീഡിൻ്റെ അല്ലേ വളരെ എളുപ്പമായിട്ടുള്ളത്. ആ അർത്ഥം ഒന്ന് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് നീഡിൻ എന്ന് പറയുന്ന ഒരു പ്രയോഗം പഠിച്ചു വെച്ചാൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ എന്താവാം, സുഗമമായിട്ട് മാറും. അതാണ് നമ്മൾ ഈ പ്രയോഗം പ്രത്യേകം എടുത്ത് പറയാൻ കാരണം. ഇത് പറയുന്ന രീതികൾ എന്തൊക്കെയാണ്? നീഡിൻറ്റ്, അല്ലെങ്കിൽ ഡോണ്ട് നീഡ് ടു, അല്ലെങ്കിൽ ഡോണ്ട് ഹാവ് ടു, ആവശ്യമില്ല എന്ന് തന്നെയാണ് ഇവിടെ അർത്ഥം വരുന്നത്. ദേ നീഡിൻ വെയിറ്റ് ഫോർ മീ, അവരെന്നെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ദേ ഡോണ്ട് ഹാവ് ടു വെയിറ്റ് ഫോർ മീ. ദേ ഡോണ്ട് നീഡ് ടു വെയിറ്റ് ഫോർ മീ, എനിക്ക് വേണ്ടി അല്ലെങ്കിൽ എന്നെ കാത്ത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്ന് പറയും. ഓക്കെ. അപ്പോൾ അത് ഇവിടുത്തെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നീഡിൻ്റെ ആണെങ്കിൽ നമുക്ക് ഏത് സബ്ജക്റ്റും വെക്കാം, അതിൻ്റെ കൂടെ ചേരുമെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ സിംഗുലർ സബ്ജക്റ്റ് ആകുമ്പോൾ
ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മളെന്താണ്, ഈ ഡസിൻ്റ് എന്ന് വെച്ചാണ് പറയുന്നത്. ഹി ഡസിൻ നീഡ് ടു, ഓർ ഷീ ഡസിൻ നീഡ് ടു, ഓർ ഹി ഡസിൻറ്റ് ഹാവ് ടു, ഷീ ഡസിൻറ്റ് ഹാവ് ടു എന്നായിട്ടത് മാറും. ഇപ്പോൾ സിംഗുലർ പ്ലൂരൽ ഡിഫറൻസിനനുസരിച്ച് ഇവിടെ നമ്മളെന്താ ഈ ഒരു ചേഞ്ച്, ഓക്സിലറീസ് ചേർക്കുന്നതുള്ള ചേഞ്ച് വരാറുണ്ട്. പക്ഷേ നീഡിന് ഡയറക്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനൊരു പ്രശ്നം വരുന്നില്ല. കാരണം ഈ നീഡ് എന്ന് പറയുന്നത് ഒരു വേർബാണ്, ഒരു നൗണാണ്, പിന്നെ എന്താണ്, ഒരു മോഡൽ ഓക്സിലറിയാണ്. ഓക്സിലറി വെർബുകളെന്ന് കേട്ടിട്ടുണ്ടാവും. ഓക്സിലറി വെർബുകളിൽ വരുന്ന നമ്മൾ മൂഡ് കാണിക്കുന്ന മോഡൽ ഓക്സിലറീസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതിൽ പെടുന്ന ഒന്നാണെന്ത്, നീഡ്. അപ്പോൾ ഓക്സിലറി ആയിട്ടാണ് ഇതിനെ നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ മറ്റൊരു ഓക്സിലറി ചേർക്കേണ്ട ആവശ്യം ഇല്ല. വേർബായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലാണ് അവിടെ നിഷേധിക്കാനായിട്ട് മറ്റൊരു ഓക്സിലറി വെച്ച് ഡോണ്ട് അല്ലെങ്കിൽ ഡസിൻറ്റ് വെച്ചിട്ട് അതിനെ നമ്മൾ ഇവിടെ നിഷേധിക്കേണ്ട ആവശ്യം വരുന്നത്. പിന്നെ നീഡെന്ന് പറയുന്നത് ഒരു നൗണായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസ് എല്ലാം നമ്മൾ ഇംഗ്ലീഷ് ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ അതിൽ കൂടുതൽ എക്സാമ്പിൾസിലേക്ക് നമ്മൾ കിടക്കും. അപ്പോൾ ഇവിടെ തൽക്കാലം നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും വറീഡാവണ്ട. ഈ നീഡിൻ്റെ എന്ന കാര്യം മാത്രം പ്രാക്ടീസ് ചെയ്യുക. ഇപ്പം നീഡിൻ്റെ എന്ന് പറഞ്ഞാൽ എന്താണ്, ആവശ്യമില്ല എന്നർത്ഥം. യു നീഡിൻറ്റ് വറി അബൌട്ട് ഹിം, യു നീഡിൻറ്റ് വറി അബൌട്ട് ഇറ്റ്, യു നീഡിൻറ്റ് ഗോ ദർ, യു നീഡിൻറ്റ് സ്റ്റാർട്ട് ഏർലി, യു നീഡിൻറ്റ് കം ഹിയർ, നീ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. ഐ വിൽ ബ്രിങ് എവറിത്തിങ്, ഞാനെല്ലാം കൊണ്ടുവരാം. ഓക്കെ, നീ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം ഇല്ല. യു നീഡിൻറ്റ് ഇൻഫോം ദം, നീ അവരെ അറിയിക്കേണ്ട ആവശ്യം ഇല്ല. യു നീഡിൻറ്റ് ആസ്ക് ഹിസ് പെർമിഷൻ, അദ്ദേഹത്തിൻ്റെ അനുവാദം ചോദിക്കേണ്ട ആവശ്യം ഇല്ല. യു നീഡിൻറ്റ് വെയിറ്റ് ഫോർ ഹിസ് പെർമിഷൻ, അദ്ദേഹത്തിൻ്റെ അനുവാദത്തിന് വേണ്ടി നീ കാത്തു നിൽക്കേണ്ട ആവശ്യം ഇല്ല. യു നീഡിൻറ്റ് കൺസൾട്ട് എ ഡോക്ടർ, ഡോക്ടറെ കാണേണ്ട ആവശ്യം ഇല്ല. കൺസൾട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പേർട്ടിനെ കണ്ട് ഉപദേശം തേടുക എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ഡോക്ടേഴ്സിനെ കാണുന്ന അസുഖം ഉണ്ടെങ്കിൽ കണ്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ, അഭിപ്രായം, ഉപദേശം തേടാനാണല്ലോ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം മരുന്നുകളൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നു ഇറ്റ്സ് എ കോമൺ ഫ്ലൂ, ഇതൊരു സാധാരണ ജലദോഷമാണ്. അതുകൊണ്ട് യു നീഡിൻ കൺസൾട്ട് എ ഡോക്ടർ, ഒരു ഡോക്ടറെ കണ്ട് ഉപദേശം തേടേണ്ട ആവശ്യമൊന്നും ഇല്ല. യു നീഡിൻ ഇൻവൈറ്റ് എവ്രിബഡി, എല്ലാവരെയും ക്ഷണിക്കേണ്ട ആവശ്യം ഇല്ല. കുറച്ച് പേരെയൊക്കെ നമുക്ക് വിളിക്കാം, അല്ലാതെ ഈ നാട് മൊത്തം എല്ലാവരെയും നമ്മൾ ക്ഷണിച്ചു വരുത്തേണ്ട ആവശ്യമില്ല. എസ്പെഷ്യലി ഇത് കോവിഡ് കാലമാണ്, അതുകൊണ്ട് നമുക്ക് അധിക പേരെയൊന്നും ഇൻവൈറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത്രയധികം ഇൻവിറ്റേഷൻ ലെറ്റേഴ്സൊന്നും അടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഓക്കെ, യു നീഡിൻ പ്രിൻറ്റ് ഇൻവിറ്റേഷൻ ലെറ്റേഴ്സ്, ഇൻവിറ്റേഷൻ ലെറ്റർ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് പറയാം, ഇൻഫോം ചെയ്യാം അവരെ. ഓക്കെ, യു നീഡിൻറ്റ് വറി അബൌട്ട് ദ പ്രോഗ്രാം, ഈ പ്രോഗ്രാമിനെ കുറിച്ച് നീ ബേജാറാവേണ്ട കാര്യം ഇല്ല. യു നീഡിൻറ്റ് ഇൻവൈറ്റ് മിനിസ്റ്റേഴ്സ്, മന്ത്രിമാരെയൊന്നും ക്ഷണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതത്ര വലിയൊരു പ്രോഗ്രാമൊന്നും അല്ലല്ലോ. അപ്പോൾ നമ്മൾ പറയണത് ആവശ്യമില്ല എന്ന് പറയാൻ രണ്ട് മാർഗങ്ങൾ വേറെയുണ്ട്. എന്തൊക്കെയാണത്? ഡോണ്ട് ഹാവ് ടു, അല്ലെങ്കിൽ ഡോണ്ട് നീഡ് ടു, അല്ലെങ്കിൽ ഡസൻ ഹാവ് ടു, ഡസൻ നീഡ് ടു എന്നൊക്കെ പറയുന്നതിന് പകരം നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? നീഡിൻറ്റ് എന്ന് പറഞ്ഞാൽ നീഡ് നോട്ട്, യു നീഡ് നോട്ട്, യു നീഡിൻറ്റ്, ദേ നീഡിൻറ്റ്, ഹി നീഡിൻറ്റ്, ഷീ നീഡിൻറ്റ്. അതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല. യു നീഡിൻറ്റ് റീഡ് എ ലോട്ട്, നീ ഒരുപാട് വായിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഹി നീഡിൻ അറ്റൻഡ് ദ ഇൻ്റർവ്യൂ, അവൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഹി ഡസൻ ഹാവ് ടു അറ്റൻഡ് ദ ഇൻ്റർവ്യൂ, അങ്ങനെയും പറയാട്ടോ. ഹി ഡസൻ ഹാവ് ടു അറ്റൻഡ് ദ ഇൻ്റർവ്യൂ, അവൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഷി ഡസൻ ഹാവ് ടു സ്റ്റേ വിത്ത് ദം, അവൾക്ക് അവരോടൊപ്പം തങ്ങേണ്ട ആവശ്യം ഇല്ല. ഷീ നീഡിൻറ്റ് സ്റ്റേ വിത്ത് ദം,
ഷീ നീഡൻറ്റ് സ്റ്റേ വിത്ത് ദം. ഇതാണ് അതിൻ്റെ ഒരു രീതി. ധാരാളം എക്സാമ്പിൾസ് എഴുതുക, പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് ടു ട്രെയിൻ യുവർ സെൽഫ് യുവർ ടങ് ആൻഡ് അതർ ഓർഗൻസ് ഓഫ് സ്പീച്ച്. അവർക്കാണിത് അറിയാത്തത്. നമുക്ക് പലതവണ കേൾക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും, പക്ഷേ നമ്മുടെ നാവിനും മറ്റ് ഓർഗൻസ് ഓഫ് സ്പീച്ചിനും ഇത് പരിചയമില്ലാത്തത് കൊണ്ട് ധാരാളമായിട്ട് പരിചയമുള്ള മലയാളമാണ് പെട്ടെന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വരിക. അപ്പം നമ്മൾ അവയെ ട്രെയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ട്. നമ്മൾ പതുക്കെ പറഞ്ഞും ഉറക്കെ പറഞ്ഞൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സ്വന്തമായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത് ഇംപ്രൂവ് ചെയ്യേണ്ട ആവശ്യം ഉണ്ട്. 10 എക്സാമ്പിൾസ് എങ്കിലും എഴുതുക. എന്നിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8943137393 അത് അയച്ചു തരിക. എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് സജഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ബൈ.